വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രസിദ്ധീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു 8 വയസ്സുകാരൻ്റെ ഒരു ഉത്തരവാചകമുണ്ട്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നുള്ളത്. തലശ്ശേരിയിലെ ചന്തുമേനോൻ സ്മാരക സ്കൂളിലെ 3ാം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥിയാണ് അഹാൻ അനൂപ് എന്ന് പറയുന്ന ഈ ഒരു 8 വയസ്സുകാരൻ. ആനയുടെ സ്കൂളിൽ നടന്ന ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കലിൻ്റെ നിയമാവലിയെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കാമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അഹാൻ അനൂപ് തിരഞ്ഞെടുത്തത് ലെമൺ ആൻഡ് സ്പൂൺ എന്ന് പറയുന്ന ഈ ഒരു ഗെയിമായിരുന്നു. ആദ്യം എഴുതിയതെല്ലാം ചോദ്യത്തിന് അനുബന്ധമായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിലായി തൻ്റെ കയ്യിൽ നിന്ന് ഇത്തിരി അവൻ ഇട്ടു. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്നുള്ളത്. ഏത് മേഖലകളിലും വിജയിച്ച് നിൽക്കുന്നവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അഹാൻ്റെ ഈ ഉത്തരം. അഹാൻ്റെ അമ്മയും മാധ്യമപ്രവർത്തകയുടെയായിട്ടുള്ള നിമ്യ നാരായണനാണ് ആദ്യമായി തൻ്റെ മകൻ്റെ ഉത്തരത്തെ സോഷ്യൽ മീഡിയയ്ക്ക് പരിചയപ്പെടുത്തിയത്. മറ്റുള്ളവരെ കളിയാക്കുന്നത് അവർക്ക് വേദനിക്കും എന്നുള്ള ബോധ്യം തൻ്റെ മകനുണ്ടല്ലോ എന്നുള്ള ഒരു അമ്മയുടെ ആത്മനിർവൃതി ആ വാക്കുകളിൽ വ്യക്തമാണ്. ജയിക്കുവാനായി ഇന്ന് എന്ത് കുതന്ത്രങ്ങളും മെനയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അഹാൻ അനൂപ് നൽകുന്നത് വലിയൊരു ജീവിത പാഠമാണ്. തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ആധാരമാക്കിയാണ് അവൻ ഈ ഒരു ഉത്തരം എഴുതിയത് എന്നാണ് അവൻ പറഞ്ഞു വെച്ചത്. കാലം എത്ര മാറിപ്പോയാലും കാലഘട്ടങ്ങൾ എത്ര കുതിച്ചാലും ഈ ഒരു ജീവിതപാഠം എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കട്ടെ. ജയിച്ചവരോട് അഹാൻ അനൂപ് പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾ തോറ്റവരെ കളിയാക്കരുത്, കാരണം നാളെ നിങ്ങളും തോറ്റേക്കാം എന്നുള്ളത്. പക്ഷേ തോറ്റവരോട് അഹാൻ അനൂപ് പറഞ്ഞു വയ്ക്കുന്നത്, പ്രതീക്ഷ കൈവടിയരുത്, നാളത്തെ വിജയം നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളത്.